സ്വന്തം മാതാവിന് ഓപ്പറേഷൻ ചെയ്യാൻ വരെ 10 ലക്ഷം രൂപ വേണമെന്ന് പറയുന്ന ഡോക്ടറായിട്ട് നമ്മുടെ ഡോക്ടർമാർ മാറും, നമ്മുടെ മക്കള് മാറും. വെറും കാൽക്കുലേഷനിലൂടെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ. ചിലപ്പോൾ കൂടെ ബെഞ്ചിലിരുന്നിട്ട് പഠിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് ജോസ് പെരിയാപുരത്തിന്. ആ മനുഷ്യൻ എനിക്ക് മറക്കാൻ കഴിയില്ല. 17-ാം വയസ്സിൽ ഒരു ആക്സിഡന്റ് പറ്റി എന്റെ കൂട്ടത്തിലുള്ള ആൾ മരിച്ചു. ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 17 വാരിയലുകൾ എന്ന് പറയുന്നതിൽ എത്ര ഉണ്ട്. അത് വാരിയലിൽ നിന്ന് 5 എണ്ണം നേരെ ലിവറിലേക്ക് കുത്തി ഇങ്ങനെ രക്തം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് എമർജൻസി ഓപ്പറേഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ 7 to 7 അദ്ദേഹം 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ. പക്ഷെ ആള് മരിച്ചു. 17-കാരനായ ഞാൻ ഇങ്ങനെ ബില്ലും കൊണ്ട് നിൽക്കാൻ. അന്നേ പൈസ 2.25 ലക്ഷം എവിടെ നിന്നുണ്ടാക്കും? ആ 2.25 ലക്ഷം രൂപ പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ആലോചിച്ചപ്പോ ജോസ് ചാക്കോ പെരിയാപുരം ആ ബില്ലും കണ്ട് വാങ്ങിയിട്ട് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ഫീസാണ്. അതിലിങ്ങനെ പാർക്കർ പേന കൊണ്ടാണ് തടഞ്ഞിട്ട് അവിടെ ഒരു സൈൻ ഇട്ടിട്ട് പറഞ്ഞു, മോനെ ബാക്കിയുള്ളത് ഒപ്പിച്ചോ. അതായിരിക്കണം ഒരിക്കലും കഴിവില്ലെന്ന് കണ്ടപ്പോ തന്റെ 12 മണിക്കൂറിനെ പാവപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ജോസ് ചാക്കോ. ആ ജോസ് ചാക്കോന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒരു ഇവന്റ് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞാൽ മനസ്സിലാവും, ഒരു രംഗം പറഞ്ഞാൽ മനസ്സിലാവും. അതെന്താ? 1 മണിക്കൂർ കൊണ്ട് ഹൃദയം മാറ്റി വെച്ച ഡോക്ടർ. കേരളത്തിൽ അതൊന്നും ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള ഹൃദയം കൊണ്ടുവന്നിട്ട് എറണാകുളത്ത് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് പാനൽ പറഞ്ഞപ്പോൾ, ഡോക്ടേഴ്സിന്റെ പാനൽ പറഞ്ഞപ്പോൾ ഗോഡ് ഈസ് ദയർ, ദൈവമുണ്ട് അവിടെ എന്ന് പറഞ്ഞ പാവ മനുഷ്യൻ, ആ മനുഷ്യനെ പിന്നെ ഹൃദയം മാറ്റി വെച്ചു. അതാണ് ജോസ് ചാക്കോ പെരിയാപുരം. വിശ്വാസം ഏതോ ആവട്ടെ, മതം ഏതോ ആവട്ടെ, പക്ഷേ പടച്ചോൻ എല്ലാവരും ഉണ്ടാവുമെന്നൊരു കളിയെടുക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ ഏത് തരത്തിലുള്ള ഡോക്ടേഴ്സ് ആകണം, ഏത് തരത്തിലുള്ള എഞ്ചിനീയേഴ്സ് ആകണം, ഏത് തരത്തിലുള്ള കളക്ടേഴ്സ് ആകണം, ആ ഒരു രംഗത്തേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സിസ്റ്റങ്ങൾ നടപ്പിലാക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഞാൻ നെഗറ്റീവിലേക്ക് ഇനിയും വരുന്നില്ല. എത്രയോ കുട്ടികളുടെ, എത്രയോ ഉമ്മമാരുടെ ആർത്ത് കരച്ചിലുകൾ ഈ മൊബൈലിൽ. ചിലപ്പോൾ അതിങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വന്നു. കുട്ടികൾ നഷ്ടപ്പെടുന്നതിൻ്റെ, കുട്ടികളുടെ കൾച്ചർ നഷ്ടപ്പെടുന്നതിൻ്റെ, നട്ടപ്പാതിരക്ക് എൻ്റെ റൂമിൽ വന്നിട്ട് മുട്ടുന്നു സാർ എന്ന് പറയുന്നതിൻ്റെ, നിങ്ങൾ എവിടെ അതിനൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്? ഡ്രഗ് അഡിക്ഷനായിട്ട് മാതാവിനെ പോലും തിരിച്ചറിയാത്ത കുട്ടികൾ നട്ടപ്പാതിരക്ക് വന്നിട്ട് സാർ എൻ്റെ റൂമിൽ വന്ന് മുട്ടുന്നു, ഞാനൊരു ഉമ്മയായിട്ട് അവന് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. എവിടെ നിന്നുണ്ടായി കുട്ടികൾ? വാല്യൂസ് നഷ്ടപ്പെട്ടിട്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ട്, തോന്നിയ പോലെ ജീവിച്ചിട്ട് മൈ ലൈഫ് മൈ റൂൾ എന്നുള്ള അവസ്ഥയിൽ പോയപ്പോഴാണ് ഈ ഉമ്മയൊക്കെ 2ാം കടയായിട്ട് മാറിയത്. നമ്മുടെ കുട്ടികൾ അതുവഴി പോകാനാണോ നമ്മൾ ചിന്തിച്ചത്? കേവല പഠനത്തിലൂടെ കൊണ്ടുപോവാണെങ്കിൽ, ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ട്, അവർ UK പഠിക്കാൻ 2 പേര് പഠിത്തം കഴിയാൻ നേരെ മെഡിക്കൽസിലേക്ക് വരും. പിന്നെ അവിടെ നിൽക്കരുത് പറഞ്ഞത്, നല്ല യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പക്ഷെ ആ യൂണിവേഴ്സിറ്റിയിലെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ വേറെ വർഷം പോകുന്നത്. ഞാൻ യൂറോപ്പിന് മോശമാക്കുന്നുണ്ടല്ലോ. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഐസൊലേഷനാണ്. ഒരു മനുഷ്യർക്ക് ഒരാളോട് വലിയ ബന്ധമൊന്നും ഉണ്ടാവും. ഞാനൊരു പ്രോഗ്രാമിൽ ലണ്ടനിൽ പോയപ്പോൾ 200 ആളെയുള്ള പരിപാടിയിൽ. അപ്പൊ എനിക്കിങ്ങനെ തോന്നിട്ട് എന്താ ഒരു 200 ആള് മാത്രം, അത് അവിടുത്തെ ടോപ്പ് പരിപാടിയാണ്. കാരണം 200 മലയാളികളുടെ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഖത്തറിലൊക്കെ 2000 ആൾക്കാർ കൂടുന്നതിന്റെ എഫക്റ്റാണ്. ഒരാളവിടെ പരസ്പര ബന്ധമില്ല. ഒന്നാമത് അതിന് പറ്റിയ തണുപ്പും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കുറെ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഈ പെൺകുട്ടികൾക്കൊക്കെ കുളിക്കാൻ വലിയ മടിയാണ്, പറയാൻ കുറച്ച് മടിയുണ്ട്, എന്നാലും പറയാം. അത് കൂടുതൽ അത് പെൺകുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൗൺസിലിംഗ്. ആൺകുട്ടികൾ എങ്ങനെയെങ്കിലൊക്കെ കുളിക്കേണ്ടതെന്ന് കേൾക്കും. പെൺകുട്ടികൾ കൂളായിട്ട് നടക്കുക, ഒരാഴ്ചയായി കുളിച്ചിട്ട് വാപ്പാരോട് ഇങ്ങനെ ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ കുറേ ചിരി വരണം. നമുക്കത് വിശ്വസിക്കാൻ പറ്റൂല. അപ്പോ ഇങ്ങനെ ആ ഒരു പ്രകൃതം കറക്റ്റായിട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ കാണും. എന്നിട്ട് ഒരാളെ കാണാൻ പോവില്ല. എന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞൊളിഞ്ഞ് നന്നായി സംസാരിച്ചിരുന്ന കുട്ടികളൊക്കെ എന്തോട്ട് പോവാണ്? ഇൻഫീരിയറിറ്റിയിലേക്ക് പോവാണ്. നന്നായിട്ട് പ്രസന്റേഷൻ സ്കില്ലുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒതുങ്ങി പോവാണ്. മിഡിൽ ഈസ്റ്റിൽ പറഞ്ഞ കുട്ടികൾക്കൊന്നും അവിടെ പോയി വല്ലാണ്ട് ഇഷ്ടമൊന്നും ആവില്ല. കാണാൻ നല്ല രസമാണ്, കാണാനൊക്കെ നല്ല രസം, നല്ല മനുഷ്യർ, നല്ല ഇത് ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് പോവാൻ. ഞാൻ തന്നെ അവിടെ ഒരു ഏകദേശം ഒരു 10-21 ദിവസം എങ്ങനെ വന്നത് എനിക്ക് ഓർമ്മയില്ല. കാരണം 21 ദിവസത്തിൽ ആകെ മനുഷ്യന്മാരെക്കാളും സാക്രിഫൈസ് അല്ലല്ലോ.
ബാക്കി എല്ലാ ദിവസവും ആളുകൾ മണിക്കൂർ കണക്കിന് പിന്നെ അവേഴ്സ് ബേസ്ഡിലാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് നമുക്ക് തോന്നും. നമ്മൾ കാണുന്ന യൂറോപ്പിന്റെ പഠനമാണോ പ്രധാനം, അതോ നമ്മുടെ കുട്ടികൾ നമ്മുടെ വാല്യൂസിന്റെ അനുസരിച്ചിട്ട് പോകലാണ് പ്രധാനം? ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല, വളരെ ശ്രദ്ധിക്കണം നമ്മൾ പറയുന്നത്. അപ്പോ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഈ മക്കൾ നല്ല രീതിയിലാകണമെങ്കിൽ ഉപദേശമല്ല നടക്കേണ്ടത്, അന്തരീക്ഷമാണ്. എന്താണ് നടക്കേണ്ടത്? അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ. ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ എങ്ങനെ പോകുന്നു? ഇരിക്കുന്ന ഓരോ ആൾക്കാരും, ഞാനടക്കം. ഇപ്പൊ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം എന്താ? നമ്മുടെ വീട്ടിൽ ഇപ്പോഴും പറയുമ്പോഴൊക്കെ മടിയുണ്ടാവും, പക്ഷെ എന്നാലും അത് ഒരു സർവണം പോലെ പറയാതിരിക്കാൻ വയ്യ. ഈ മാരിറ്റൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴും പ്രശ്നങ്ങളാണ്. ഇതിലൂടെ വളരുന്ന കുട്ടികൾ ഒരു തരം ദ്വയാർത്ഥം പറയുന്നത് പോലെ എന്താണ് വിശ്വസിക്കേണ്ടത്, എങ്ങട്ടാ ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ 2 ഐഡിയോളജിയുള്ള ആളുണ്ടായാൽ തന്നെ കുട്ടികളുണ്ടായി മോശത്തരത്തിലായി. 2 ഐഡിയോളജി നമ്മൾ വിചാരിക്കൂലേ? ഇപ്പൊ ഉദാഹരണത്തിന് സലഫിയായ എന്താ പ്രശ്നം, സുന്നിയായ എന്താ പ്രശ്നം എന്ന്. ഇത് തന്നെ പ്രശ്നങ്ങളാണ്. എന്താണ് ഞാൻ സുന്നിനും സലഫിനും പറയില്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ആളിട്ടും എന്തില്ല, പ്രശ്നമില്ല, എല്ലാ പരിപാടിക്കും ഞാൻ പോവാറ്. പക്ഷെ വാപ്പ പറയുന്നു ഇങ്ങനെ, ഉമ്മ പറയുന്നു അങ്ങനെ. അപ്പൊ കുട്ടി തീരുമാനിച്ചത് രണ്ടും അവളുണ്ടാകും. പിന്നെ ഏതാവുക? പിന്നെ നാട്ടുകാർ പറഞ്ഞതാവും, പിന്നെ ഗ്രൂപ്പ് പറയുന്നതാകും. പ്രീ ഗ്യാങ് സ്റ്റേജ് ആൻഡ് ഗ്യാങ് സ്റ്റേജ് എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ. പ്രീ ഗ്യാങ്ങിലേക്ക് പോകുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 13 വയസ്സ് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോവാണ്? പിന്നെ ഗ്യാങ്ങിലേക്ക് പോവാണ്. ഗ്യാങ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യാം. ആ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പോയതെല്ലാം എടുത്തു മറിക്കാണ്. നേരത്തെ പറഞ്ഞില്ല, ഹാഫിളായ കുട്ടി ഇങ്ങനെയാകുന്നു. അപ്പൊ എന്താ പ്രശ്നം? അൽഗോരിതം. നിങ്ങൾക്കറിയാലോ, പറഞ്ഞതാക്കണ്ട. നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത് അതിന്റെ ആവർത്തികൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്തീസത്തെ കുറിച്ച് സെർച്ച് ചെയ്തോ, പിന്നെ വരുന്ന വീഡിയോസ് കംപ്ലീറ്റ് എത്തീസ്റ്റുകളുടേതായി. നമ്മുടെ കുട്ടികൾ സെർച്ച് ചെയ്യുന്നത് കൂടുതലും അതാണ്. അപ്പൊ കുട്ടികൾക്ക് തോന്നുകയാണ് എത്തീസത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ്. പക്ഷേ ഞാനൊരു റെമഡി പറയാം. എന്താണ്? ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ഉണ്ടായിരുന്ന എത്തീസ്റ്റുകൾ ഉണ്ടായി കാനഡയിൽ, UK, അതേപോലെ തന്നെ ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ, പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ. അത്തരത്തിലുള്ള ആളുകൾ പിന്നീട് റിട്ടേൺ ബാക്ക് നടത്തിയിട്ട് അവരുടെ സ്പീച്ചസ് നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കണം. നമ്മുടെ കുട്ടികളെ അത്തരം സ്പീച്ചുകൾ കേൾപ്പിക്കണം. അല്ലാതെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മലയാളി പ്രഭാഷകൻ മാത്രം പറയുന്ന പ്രസംഗം കേട്ടിരിക്കരുത്. എത്തീസത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രീയപരമായി അതിനെ വിശദീകരിച്ച് പറയുന്ന ആളുകളുടെ സ്പീച്ചസ് നമ്മുടെ കുട്ടികൾക്ക് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ടൈമിനെ കുറിച്ച് പറയുന്ന, യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്ന, എനർജിയെ കുറിച്ച് പറയുന്ന. ഇപ്പൊ ഈ അടുത്തിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വോയിസ്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മളെ കുട്ടികളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ്, ഇന്നത്തെ ഇസ്രോയുടെ ചെയർമാൻ, അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി സിംഗിൾ ഡയമെൻഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ സിംഗിൾ ഡയമെൻഷനിൽ കാണാൻ പറ്റുന്നു. പക്ഷേ ഡ്യുവൽ, ട്രിപ്പിൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കുറിച്ചിട്ട് ഒരു മനുഷ്യർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് അത് ഡയമെൻഷനിൽ ആകെ ചിന്തിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, അവരുടെ ലോകം മാത്രമാണ്. ഞാൻ ഉദാഹരണം പറയാം, വളരെ ശ്രദ്ധിച്ചോ. ഒരാളെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക, കുളത്തിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക പുഴയിൽ. അപ്പൊ ആ സമയത്ത് ഒരു തവള വന്നിട്ട്, ഉദാഹരണമാണ്, അല്ലാതെ പ്രബോധകന്മാരെ തവളകളാക്കുന്നത്. ഒരു തവള വന്നിട്ട് ഇതിങ്ങനെ കണ്ടു. തവളയ്ക്ക് കരയിലും കടലിലും പോകാൻ കഴിയും. അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടു, ചൂണ്ടയിടുന്നത്. ചൂണ്ടയിട്ട് കണ്ടപ്പോ അത് മെല്ലെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് പോയത് എങ്ങോട്ടാണ്? ഈ കൊത്താൻ പോകുന്ന മത്സ്യത്തിന്റെ അടിയിലേക്കാണ്. മോനെ, അതിന് കൊത്തരുത്, അതൊരു ചൂണ്ടയാണ്. അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്? നൂലുണ്ട്. അതിന്റെ അപ്പുറത്ത് വടിയുണ്ട്. അതിന്റെ അപ്പുറത്ത് മനുഷ്യനുണ്ട്. അവൻ നിന്നെ കൊണ്ടുപോയിട്ട് കഴിക്കും. പക്ഷെ ഈ മീൻ പറഞ്ഞ് ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ. എന്നിട്ട് സെർച്ച് ചെയ്യുന്നത് എവിടെയാ? പറയാം, എവിടെയാണ്? അടുത്ത മീനുകളുടെ കൂട്ടത്തിലാണ്. അവിടെ പോയിട്ട് വലിയ മീനുകളുടെ അടുക്കൽ പോയി, സയന്റിസ്റ്റുകളുടെ അടുക്കൽ. അപ്പൊ അവര് പറഞ്ഞു, ഇതുവരെ ഞങ്ങളൊന്നും കേട്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ഒരു മനുഷ്യനെ. ചുരുക്കി പറഞ്ഞാൽ ഇത് കൊത്തി അതേപോലെ തന്നെ ആലോചിച്ചു. എന്നിട്ട് പറയുന്നത് ഇതൊരു സിംഗിൾ ഡയമെൻഷനാണ്. എന്ന് വെച്ചാൽ മത്സ്യങ്ങളുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളെ മത്സ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു.
ആ മത്സ്യപ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്കുള്ള പ്രപഞ്ചത്തെ കുറിച്ച് മത്സ്യങ്ങൾക്ക് അറിയാത്തതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ളതിനെ മറ്റൊരവസ്ഥയിൽ അനുഭവിച്ച ആളുകളുണ്ട്. അതാണ് പ്രവാചകന്മാർ. അവരെ ആ ബോധ്യപ്പെട്ട സാധനത്തിന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത് നമുക്കൊന്ന് തോന്നരുത്. എന്റെ മനസ്സിൽ ഒരു IIT-കാരൻ വന്നിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. അത് കുറെ ടെക്നിക്കൽ ചോദ്യമോ ടെക്നിക്കൽ ഉത്തരവൊന്നുമല്ല. എന്റെ ഒരു കോൺഫിഡൻസ് ഞാൻ നിങ്ങളോട് പറയാം. ഹു ഈസ് അല്ലാഹ് എന്നതിന്റെ കോൺഫിഡൻസ്, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരോടും പറയുന്ന കോൺഫിഡൻസ്, ആവർത്തിച്ചു പറയുന്നത് ആ ക്യാമറകൾ പകർത്തുന്നു. എന്റെ ചുറ്റുവട്ടത്ത് 20ഓളം വീടുകളിൽ ഒരു പക്ഷേ കാണും. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, എന്റെ മകൻ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്റെ മകൻ 1.5 വയസ്സുള്ള കിണറ്റിലേക്ക് വീണു. കിണറ്റിലേക്ക് വീണിട്ട് അതേപോലെ കിടന്നു മിനിറ്റുകളോളം. ഒരു 1-2 മിനിറ്റ് അല്ല, അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് കയറ് കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ട് താഴോട്ട് ഇറങ്ങുന്നത് വരെ 17 കോല് കൊണ്ടിൽ എന്റെ മെഹബൂബ് മുർത്തസ, നാഫി മെഹബൂബ് മുർത്തസ എന്ന് പറയുന്ന മൂത്ത മകൻ കിടന്നു. ഞാൻ എന്തെങ്കിലും പറയാം. ഒരു IIT M.Tech കഴിഞ്ഞിട്ട് ഡിങ്കോയിസം തുടങ്ങിയിട്ടുള്ള ഒരു പയ്യൻ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ ഇതാ പറഞ്ഞു, മോനെ 17 കോലുള്ള കിണർ, 5 കോല് വെള്ളം അതിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ അയൽവാസിയായ കൗസുത്ത വന്നിട്ട് പറഞ്ഞത്, ഉറക്കെ വിളിച്ചു പറഞ്ഞത്, മക്കളെ എല്ലാം കഴിഞ്ഞിട്ടുള്ളത്, കാരണം മരിച്ചിട്ടാണ് പിന്നെ പൊന്തിക്കിടക്കുക. ഗണിതത്വ ശാസ്ത്രപ്രകാരം മരിച്ചു പൊന്തിക്കിടക്കുകയാണ് എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ആളുകൾ ഭയപ്പെട്ടു. ഇതിൽ എത്ര പേർക്ക് കിണറ്റിലിറങ്ങാൻ പറ്റും? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. കിണറ്റിൽ ഇപ്പോഴും ഇറങ്ങാൻ പറ്റുന്നവരെന്ന് കൈവയ്ക്കട്ടെ. ഒരു 5-8 പേരുണ്ട് ഇവിടെ. ഇത്രയും സദസ്സിൽ 8 പേരുള്ളൂ. അപ്പൊ 20 വീട്ടിൽ നിന്ന് ഓടി വന്ന് എത്ര പേരുണ്ടാവും? ആളുകളില്ല ഇറങ്ങാൻ. 2 പയ്യന്മാരെ ഇറങ്ങിയത്. പിന്നെ അവരെ കേട്ട കസേര വേറെ ഇറക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടി, എന്റെ മൂത്ത മകന്റെ കഥ പറയാണ്. ഞാൻ എന്റെ കഥ പറയാണ്, അള്ളാഹുവിന്റെ കഥ പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. എന്ന് വെച്ചാൽ ആ കുട്ടി മിനിറ്റുകളോളം, ആളുകൾ പറഞ്ഞത് അരമണിക്കൂർ എന്നാണ്, പോട്ടെ ഒരു 20 മിനിറ്റ് കൂട്ടിക്കോ, 15 മിനിറ്റ്, 3 മിനിറ്റ് മതി മനുഷ്യൻ അസ്തമിച്ചു പോകാൻ. വെറും 3 മിനിറ്റ്, അത് അതിന്റെ കണക്ക്. പക്ഷെ ഈ 3 മിനിറ്റിലെ ഡോക്ടറെ, 3 മിനിറ്റ് വെള്ളത്തിൽ കുട്ടി കിടന്നാൽ മരിച്ചു പോകും. പക്ഷെ അത്രയും സമയം കിടന്നിട്ട് ഞാൻ ഓടി എത്തിയപ്പോഴേക്ക് ഇവർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രബോധനത്തിന് വേണ്ടി പോയതാണ്. അതും കൂടി പറഞ്ഞാൽ ഇല്ലാവൂ. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ വലിയ ആളായതുകൊണ്ട് പറയല്ല, ഞാൻ നിസ്സാരക്കാരനാണ്. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് മുലാഖാത്തിന് വേണ്ടി പോയതാണ്. ഈ കിണറ്റിൽ കിടക്കുന്ന കുട്ടി അവരെ പൊക്കിയിട്ട് ഞാൻ വേഗം അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ റസിയ ഡോക്ടർ വെള്ളം ആണ് ആദ്യം കൊടുത്തത്. ആദ്യം കയ്യിൽ കിടത്തിയിട്ട് ഇങ്ങനെ കാക്കിയിട്ട് അതിന്റെ എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് ഒന്നും വരുന്നില്ല വെള്ളം പുറത്തേക്ക്. ആ സമയത്താണ് സ്പൂൺ എടുത്തിട്ട് മെല്ലെ വെള്ളം എടുത്തിട്ട് കുട്ടി കൊടുത്തപ്പോൾ കുട്ടി ആദ്യോടെ കുടിക്കാം. ഡോക്ടർ തലയിൽ കൈവച്ച് പറഞ്ഞത്, സാർ ഈ കുട്ടി ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. നമ്മുടെ വിചാരം ഏതൊരു സ്ഥലത്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് കടലിനെ പുലർത്തി കൊടുത്തത്, ഏതൊരു നബിക്കാണോ അഗ്നിയുടെ മുകളിൽ കിടക്കാനുള്ള മെത്ത വിരിച്ചു കൊടുത്തത്, ഏതൊരു നബിക്കാണോ പാറക്കെട്ടുകളിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചത്, ഏതൊരു നബിക്കാണോ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കി കൊടുത്തത്, അതേ അല്ലാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. വിശുദ്ധ ഖുർആൻ പറയുന്ന അല്ലാഹു ഇന്നുമുണ്ട്. ആ യഖീനാണ് നമുക്ക്. ആ കരുത്തോടെ, അതിലേറെ പ്രഭാവത്തോടെ ആലിമീങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെ എന്തൊക്കെ മിറാക്കിൾസ് നടന്നുവോ അതിനേക്കാൾ വലിയ മിറാക്കിൾസ് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ആകാശത്തിലൂടെ നബിമാർ സഞ്ചരിച്ചു എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതം. ഇനി ഇതാ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന കാലം വരാൻ പോകുന്നു. കടല് കത്താൻ പോകുന്ന കാലം വരുന്നു. ഈ കടലെല്ലാം കത്തി നശിക്കുമെന്ന് ശാസ്ത്രവും പറയുന്നു. ഈ കാണുന്ന ഭ്രമണമണ്ഡലങ്ങൾ നശിച്ചില്ലാതെയാകുമെന്ന് പറയുന്നു. സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, 100-150 വർഷത്തിന്റെ ഉള്ളിൽ എല്ലാം തകരുമെന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ സയന്റിസ്റ്റ് അല്ലെന്ന് വിശ്വസിച്ചാൽ പോലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പ്രപഞ്ചം തകരുമെന്ന് എന്ന് പറഞ്ഞു വെച്ചിട്ട് പോയി. ഇതേപോലെ തന്നെ ഇന്നത്തെ സയന്റിസ്റ്റുകളും പറയുന്നു. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഊട്ടി ഉറപ്പിച്ചിട്ട് അതിൽ നിന്ന് വേണം നമ്മുടെ കുട്ടികളെ പൊക്കിക്കൊണ്ടുപോകാൻ. അത് രക്ഷാകർതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്നിട്ട് അവർ ഡോക്ടർ ആവട്ടെ, അവർ എഞ്ചിനീയർ ആകട്ടെ, മുഴുവൻ മനുഷ്യരെയും നെഞ്ചിൽ ചേർക്കുന്ന നല്ല മനുഷ്യനാകട്ടെ, വർഗീയതയില്ല
ഇല്ലാത്ത നല്ലൊരു മനുഷ്യനായി മാറട്ടെ. നമുക്ക് ഒരിക്കലും ഒരു സംഘടനാ പക്ഷപാതിത്വമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകുന്ന ഉന്നതനായ പ്രബോധകയും പ്രബോധകനുമാകട്ടെ. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റണം. അതിനെന്താ വേണ്ടത്? നമ്മുടെ വീട്ടിൽ 3 കാര്യങ്ങൾ ഉണ്ടാകണം. മവദ്ദത്തും റഹ്മത്തും അതേപോലെ ഇഹ്തിറാമും. ഈ കാര്യങ്ങൾ 3 നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ടതാണ്. മവദ്ദത്തും റഹ്മ എന്ന് വിവാഹത്തിന്റെ സമയത്തിന്റെ അല്ലെങ്കിൽ ഒരു പെണ്ണും ആണും തമ്മിൽ യോജിക്കുന്ന നിക്കാഹിന്റെ സംഭവത്തിൽ അല്ലാഹു പറയുന്നുവെങ്കിൽ പരസ്പരം പ്രണയമുണ്ടാകണമെന്ന്. ഇന്ന് നമ്മുടെ ഒരു അവസ്ഥ, ഹായ് എത്രയോ ആൾക്കാർക്ക് വിടുന്നുണ്ട്, സ്വന്തം ഭാര്യയ്ക്ക് ഇതുവരെ വിട്ടിട്ടുണ്ടാവും. നിങ്ങളല്ലോ ഖത്തറിനെ കുറിച്ചല്ല പറഞ്ഞു. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? പഴയ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇതൊരിക്കലും ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രണയം നമ്മൾ വിചാരിക്കുന്നത് പുറത്താണ് നടക്കേണ്ടതെന്ന്. പ്രണയം നടക്കേണ്ടത് അകത്താണ്. അത് പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒരു പ്രണയ ലോകത്തിലൂടെ കടന്നു പോകണം. അതാണ് മവദ്ദത്ത്. വറഹ്മ കാരുണ്യമാണ്. ഇല്ലാതെയാകുമ്പോൾ, സമ്പത്തില്ലാതെയാകുമ്പോൾ, ആരോഗ്യമില്ലാതെയാകുമ്പോൾ, പാരലൈസ്ഡ് ആകുമ്പോൾ താങ്ങിപ്പിടിച്ച് ആൾക്കൂട്ടത്തിലൂടെ കൊണ്ടുപോകാനുള്ള കരുണയും നമ്മൾ കാണും. ഇതിന്റെ കൂട്ടത്തിൽ ഇഹ്തിറാം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പരസ്പര റെസ്പെക്ട് അതിന് വല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് റെസ്പെക്ട് ഇല്ല, ഭർത്താവിന് ഭാര്യയോട് റെസ്പെക്ട് ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്. ആ റെസ്പെക്റ്റിന്റെ അടുത്തെ കുട്ടികൾ റെസ്പെക്ട്ഫുൾ ആവും. ആ റെസ്പെക്ട് നമ്മൾ കാണിക്കും. ഏത് റെസ്പെക്ട്? ഉദാഹരണത്തിന് മക്കളോട് പറയണം. ഉമ്മയെ കുറിച്ച് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറയാം അല്ലേ? പക്ഷെ ഉമ്മയില്ലാത്ത സമയത്ത് മക്കളോട് പറയണം, ഉമ്മ അറിയുന്നു എത്രയാ നമുക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നു. ഒരു ഉമ്മയുടെ പോസിറ്റീവിൽ നിന്ന് പറഞ്ഞു. കുട്ടികളുടെ മനസ്സിൽ ഉമ്മയെ കുറിച്ചുള്ള സ്ഥാനം പറയേണ്ടത് ഉപ്പയാണ്. ഉപ്പയെ കുറിച്ചുള്ള സ്ഥാനം പറയേണ്ടത് ആരാണ്? ഉമ്മയാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് പറയാണ്, എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ ഞാൻ. അങ്ങനെയാണ് മറ്റൊരാൾ നമ്മളെ കുറിച്ച് പറയട്ടെ. ഭർത്താവ് പറയട്ടെ ഭാര്യയെ കുറിച്ച്. എൻ്റെ മുമ്പിൽ നിന്ന് കുട്ടികൾക്ക് അറിഞ്ഞില്ല. ഞാൻ ആദ്യം ഈ ഉമ്മ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഡെലിവറി ഇവിടെ കഴിഞ്ഞെന്ന് ആ രംഗങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ഉമ്മാമയെ നിനക്ക് അറിയുമെന്ന് ചോദിക്കും കുട്ടിനോട്. വെറുതെ ചോദിക്കുന്നൊരു ഇമോഷണലൊക്കെ പറയും. ഉമ്മാമ നീ ജനിക്കുന്ന അന്ന് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചത് ഈ സ്ത്രീ, നീ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുക, ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഉമ്മാമ പുറത്തു നിന്നിട്ട് പ്രാർത്ഥനയിലായിട്ട് എൻ്റെ മോൾക്കൊന്നും പറ്റരുതേ, എൻ്റെ മോളുടെ കുട്ടിക്കൊന്നും പറ്റരുത്. എന്നിട്ട് ആ ഉമ്മാമനൊന്നും നോക്കാൻ പറയും. അവൻ ഉമ്മാമനൊന്നും നേരെ നോക്കിയിട്ട് ഒറ്റ കരച്ചിലാണ്. കാരണം കുട്ടികൾക്കൊന്നും അറിയാം. നമ്മളെ പറഞ്ഞിട്ടുണ്ടാവും. ഉമ്മയും ഇതേപോലെ ഉമ്മയെ കുറിച്ചിട്ടൊക്കെ ശരിക്കും കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് തെറാപ്പിയൊക്കെ ഉണ്ടല്ലോ മനോഹരമായിട്ട്. അവരിങ്ങനെ തെറാപ്പിയിലേക്ക് പോകുമ്പോൾ ഉമ്മ ഇങ്ങനെ നമ്മളെ നട്ടപ്പാതിര സമയത്ത് എടുത്തിട്ട് തൊട്ടിലൊക്കെ കാണും കേട്ടോ. തെറാപ്പിസ്റ്റോട് ചോദിച്ചാൽ അറിയാം. ഞാൻ തെറാപ്പി നന്നായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഉമ്മയെ കാണും. ഉമ്മ ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് കാണും. ടൈം ലൈൻ തെറാപ്പി നമ്മൾ തൊട്ടിൽ നിന്ന് എടുക്കുന്നത് കാണും. എന്നിട്ട് ആ നട്ടപ്പാതിരക്ക് കരയുമ്പോൾ ഇറക്കൊഴിച്ചിട്ട് നമ്മളിങ്ങനെ ധാരാട്ട് പാടുന്ന മാതാവിനെ കാണും. അതിങ്ങനെ പറയുമ്പോഴേക്ക് കുട്ടികൾ കരയാൻ തുടങ്ങും. കാരണം അതൊന്നും ഇവർ അനുഭവിച്ചിട്ടില്ല, ഇവരറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഇതൊക്കെ അറിയണം. മാതാപിതാക്കളുടെ ആ ഒരു അത്ര റെസ്പെക്ട് ഉണ്ടാവും, പരസ്പര റെസ്പെക്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പറഞ്ഞു ടെക്നോളജിയെ കുറിച്ച്, ടെക്നോളജിയുടെ പ്രശ്നങ്ങളെ കുറിച്ച്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ കുട്ടികളോട് നമ്മളിത് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയല്ലേ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കുട്ടികളോട് സ്ക്രീൻ ടൈം കുറക്കാൻ പറയുമ്പോൾ നമ്മളും കുറക്കണം. ആധുനിക കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാം? ഫിസിക്കൽ ഗെയിമിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. ആ ഗെയിമിൽ നമ്മളും പങ്കാളികളാക്കണം. എന്താ ആരുമില്ലാത്ത സ്ഥലത്ത് ഫുട്ബോൾ നമുക്കൊന്ന് കളിച്ചാൽ എന്തുകൊണ്ട് ഉമ്മാക്ക് ഒന്ന് ബാറ്റ് എടുത്തുകൂടാ? നിങ്ങൾ കോർഡിനേഷനൊക്കെ പോകുമ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് പോകുന്നുണ്ട്, സിക്സർ അടിക്കുക ഉമ്മ പറ്റുമെങ്കിൽ മനസ്സിലായോ? അല്ലാതെ അത് കുട്ടികളുടെ കളിയാക്കിയിട്ട് മാറ്റരുത്. ആ കളിയിൽ നമ്മളും പങ്കാളിയാണ്. ഫുഡ് പ്രിപ്പറേഷൻ കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കണം. ഇന്ന് പെൺകുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാനേ അറിയില്ല, ഒക്കെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും. നേരെ മറിച്ചിട്ട് ജെമിനി കൊടുക്കുക. എൻ്റെ മകളൊക്കെ ചെയ്യുമ്പോൾ ജെമിനിനോട് വെച്ചിട്ട് കേക്കൊക്കെ ഉണ്ടാക്കണേ. എന്തൊക്കെ കേക്കാവോ നമുക്കറിയാം, മനസ്സിലായോ? ജെമിനി ഇന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പൊ ആദ്യം ഒരു മറ്റേ മുളകെടുക്കും, മറ്റേതെടുക്കും, ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയാം. അതിനനുസരിച്ച് ഇവരെടുക്കും. കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കും.
കുട്ടികൾക്ക് മത്സരം കൊടുക്കും, ഫിസിക്കൽ ഗെയിമിലേക്ക്, ഇത്തരം പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോകും, ഒന്നിച്ച് ഗെയിം കളിക്കുന്നതിലേക്ക് കൊണ്ടുപോകും, ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്നിട്ട് അതിന്റെ റിവിഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ മൊത്തത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം, അത്രയോട് പറഞ്ഞ കാര്യമില്ല, കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസമെങ്കിലും പാപ്പമാരെ നമ്മളെപ്പോഴും ഓർഗനൈസേഷന്റെ പരിപാടിക്ക് മാത്രം നിൽക്കാതെ എന്ത് ചെയ്യണം, ആഴ്ച ഒരു ദിവസമെങ്കിലും ഇവരെ കൊണ്ട് പുറത്തൊന്ന് പോവുക, അതിനുവേണ്ടി അവർ കാത്തുനിൽക്കും. ഇതേപോലെ മാസത്തിൽ ഒരിക്കൽ നിങ്ങളൊരു ലോങ് ടൂർ പോകണം. ലോങ് ടൂർ പോകുന്ന ആൾക്കാർ വളരെ കുറവ്. കുറേ രാജ്യങ്ങൾ സന്ദർശിക്കണം പറ്റുമെങ്കിൽ. അങ്ങനെ പറഞ്ഞൊടിക്കും ഉസ്താദെ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. ചിലർ അങ്ങോട്ട് നോക്കി ചിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതകാലത്ത് എല്ലാ രാജ്യത്തു നിന്ന് പോയിട്ട് വരും. ഉസ്താദെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലേ, ഞാൻ ഉസ്താദൊന്നും അല്ല കേട്ടോ, എന്നാലും പറയാം, നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലേ, കാരണം ഞങ്ങളാകെ ഡെങ്കറുണ്ടാവും. എന്തെടങ്ങറ് ആകെയുള്ളത് നമുക്കൊരു ജീവിതമല്ല ഇവിടെ. അതിനടുത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ഹലാലായതൊക്കെ നമ്മൾ ആസ്വദിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വിദേശ രാജ്യത്തൊക്കെ ഒന്ന് പോയി, ഈ ഖത്തർ മാത്രമല്ലല്ലോ വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരാഴ്ച മതി യൂറോപ്പൊക്കെ ഒന്ന് പോയി വരാൻ. ഒരു ദിവസം ഫ്രാൻസ്, ഒരു ദിവസം യൂറോപ്പ്. ഞാനതിന്റെ ഏജൻസി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒന്ന് പോയി വരിക. ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും കാരണം എനിക്കിപ്പോഴും യാത്ര, ഞാൻ 57 രാജ്യങ്ങളിൽ മാഷാ അല്ലാഹ് പോയി. ഇപ്പോഴും ഞാൻ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയും എത്രയോ രാജ്യങ്ങളിൽ കിടക്കുകയാണ്. നമ്മളൊന്ന് യാത്രക്കൊന്ന് ചെയ്തിട്ട് വരിക. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന് വളരെ ശ്രദ്ധിക്കണേ. കുട്ടികൾ വന്നതുകൊണ്ട് ബഹളത്തിൽ വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾ പോകേണ്ട ഒരു യാത്ര. അതേതെന്നറിയോ? ഇതുവരെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോകാൻ പറ്റുന്ന, പോയാൽ ഏറ്റവും രസകരമായ യാത്ര ഏതെന്നറിയോ? ഏതാ? ഭാര്യ ഭർത്താവ് മാത്രം പോകും. അങ്ങനെ പോയിട്ടുണ്ടാവില്ലല്ലോ? പോയിട്ടുണ്ടോ? അങ്ങനെ മാത്രം പോയിരുന്നു കൈവയ്ക്കാട്ടെ. ഞാൻ പറയുന്നത് കുട്ടികളുണ്ടായതിനു ശേഷം, കല്യാണം കഴിച്ച് വേദിച്ചെത്തുന്ന സമയത്തല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ട് ഭാര്യയെ കൊണ്ട് മാത്രം യാത്ര പോയവരാരുണ്ട്? ഭർത്താവിനെ കൊണ്ട് മാത്രം 1-2 പേരേ ഉള്ളൂ. അതൊരു രസകരമായ യാത്രയാണ്. ഞങ്ങളോട് കൂടിയാ പറഞ്ഞത്. നമ്മളെ പിന്നെ എന്തെന്ന് ചോദിച്ചാൽ നല്ല മലഞ്ചെരിവ് പോയിരിക്കുക. ചിലപ്പോൾ അവൾക്ക് ആ ഇറിറ്റേഷനൊക്കെ വരും. ഇതാണ് ചാറ്റൽ മഴയൊക്കെ ഇങ്ങനെ വരിക. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്നിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് പറയാം. ഈ റൊമാൻസിലൂടെ കടന്നു പോകണം. യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പോകും ഫാമിലിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ പോകും ഫ്രണ്ട്സിന്റെ കൂടെ. ഈ 2 യാത്ര നമുക്കറിയാം. ഒന്ന് വിത്ത് ഫ്രണ്ട്സ്, ഒന്ന് വിത്ത് ഫാമിലി. ഫാമിലിയുടെ കൂടെ പോയാൽ ഒരു പ്രശ്നം എന്താ പറയുക? മക്കളെ ഒന്ന് ക്ഷമിക്കണേ, ഇയാളിപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള പരിപാടിക്കാണോ എന്ന് വിചാരിക്കുന്നു. മക്കളെ കൊണ്ടുപോയാൽ നമ്മൾ എന്തായിരിക്കും? റൊമാൻസ് ഒക്കെ വിട്ടിട്ട് മോനെ അങ്ങോട്ട് പോലെ, മോനെ ഇങ്ങോട്ട് പോലെ, നമ്മൾ ഫുൾ അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. മക്കൾക്ക് വേണ്ടിയായിരിക്കും നമ്മുടെ ഫാമിലിയാണ്. പ്രത്യേകിച്ച് ഇളയ കുട്ടികൾക്ക് വേണ്ടി. നേരെ മറിച്ചിട്ട് ആ സമയത്ത് മക്കളെ ഏട്ടത്തിയുടെ വീട്ടിലാകാൻ ഏട്ടത്തിൽ നമുക്ക് പോകണം. ഏട്ടത്തിന്റെ കുട്ടികളടക്കം അവർ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിർത്തുക. എന്നിട്ട് ജേർണി വിത്ത് കപ്പിൾ, അല്ലെങ്കിൽ ജേർണി വിത്ത് സ്പോർട്സ്, നമ്മുടെ ഇണയുടെ കൂടെ ഒരു യാത്ര. എന്നിട്ട് കടലോര പ്രദേശത്തേക്ക് ഒന്ന് പോയിരിക്കുക. നല്ല ഉഷാറായിട്ട് ഏതെങ്കിലും പർവ്വതത്തിന് മുകളിൽ പോയിരിക്കുക. ട്രക്കിങ്ങിലൂടെ പോവുക. കടപ്പുറത്തധികം ആൾക്കാരൊന്നും വേണ്ട. നമുക്ക് ഉഷാറായിട്ട് എന്ത് ചെയ്യാം? ചിലപ്പം പറയും ഭാര്യ എനിക്കൊന്ന് ബൈക്കിൽ സഞ്ചരിക്കണം എന്നുണ്ട്. നിങ്ങളൊരു ബൈക്ക് ഓടിക്കുമെന്ന് പറയാം. അവിടെ എത്രയോ കാലമായിട്ട് ഞാൻ ബൈക്ക് ഓടിച്ചിട്ട് ഒരു ബുള്ളറ്റ് എടുക്കുക. എന്നിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത ഏരിയയിൽ കൂടെ എന്ത് ചെയ്യാം? അവളെങ്ങനെ രസകരമായിട്ട് നമ്മളെ കൂടെ വരും. ഞാൻ വെറുതെ പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ഓട്ട മത്സരത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ജയിച്ചു, രണ്ടാമത്തേതിൽ തോറ്റു കൊടുത്തു. എന്നിട്ട് ആ തോൽവിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ വഫാത്തിന് ശേഷം പറഞ്ഞു. ഇതൊക്കെ നടന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്കുള്ള യാത്രയെ കുറിച്ച് പറഞ്ഞു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പേരക്കുട്ടികളായിട്ട് അവിടെ അപ്പുറത്തെ വീട്ടിൽ തന്നെ ആരെയും കൊണ്ടുപോകാതെ യാത്ര ഉണ്ടാവരുത്. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അവിടെ വായിലേക്ക് ഭക്ഷണം ഒന്ന് വെച്ചു കൊടുക്കുക. ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ സുന്നത്തുകളാണ്. നമ്മളിതൊക്കെ നഷ്ടപ്പെടുത്തി. അപ്പൊ റൊമാൻസ് പോയി, സ്നേഹം പോയി, റെസ്പെക്ട് പോയി, എല്ലാം പോയി. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട്, കുട്ടികൾക്ക് അങ്ങോട്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന പണിയാണ്. അത് സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കേണ്ട ചില നിർദ്ദേശങ്ങൾ പറയുന്നു. നിങ്ങളുടെ കുട്ടികൾ ഗെയിമിന് അഡിക്ഷൻ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ. ഗെയിമിന് അഡിക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമല്ല, ഏത് ഗെയിംസ് ആണ് അവർ കളിക്കുന്നത് എന്നൊരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ അടുത്തിടെ കുറേ കുട്ടികളുടെ കേസ് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞോട്ടെ, കുട്ടികൾ ഗെയിം കളിച്ച് അവസാനം ട്രേഡിങ്ങിലേക്ക് കയറുന്നു. ഗെയിം ട്രേഡിംഗ് എന്ന്
എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൈസ കൊടുത്തിട്ട് ഗെയിം വാങ്ങുക, ആ ഗെയിമിലൂടെ ട്രേഡിംഗ് നടത്തുക, എന്നിട്ട് 60 ലക്ഷം രൂപ കടം വരിക, എന്നിട്ട് മാതാവ് അടക്കമുള്ളവരെ കുത്തിക്കൊല്ലുക. അതൊക്കെ കേരളത്തിൽ നടന്നതാണ്. അതുകൊണ്ട് ഇത്തരം ഭീമാകാരമായ കടത്തിലേക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു മേഖലയുടെ പേരാണ് ഗെയിം. ആ ഗെയിമിലേക്ക് കുട്ടികൾ പോകുന്നുണ്ടോ നോക്കുക. അപ്പൊ നമ്മൾ ഈ സ്ക്രീൻ അഡിക്ഷൻ വരുമ്പോ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ഇവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്കൂൾസ് MAS കൊടുക്കുന്നുണ്ടാകാം. കുട്ടികൾക്ക് കൊടുക്കുന്നത് എക്സ്ട്രാ സ്കിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിന്റെ കോഴ്സ്, അതേപോലെ തന്നെ കാംബ്രിഡ്ജ് ഓക്സ്ഫോർഡിന്റെ 7 days കോഴ്സസ്, അതേപോലെ പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സസ്, ടെക്സസിന്റെ കോഴ്സസ്, MIT കോഴ്സസ്, ഇതൊക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ട്, അസൈൻമെന്റ്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലോഡ് വരുമ്പോ ഈ സാധനം പോസിറ്റീവായിട്ട് മാറും. നേരെ മറിച്ച് ഗെയിമിങ്ങിന് സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോകും. ഇങ്ങനെ ഫുൾ പാക്കഡായിട്ട് കൊണ്ടുപോകാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഗെയിംസിനെ നമുക്ക് പരിചയപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ, ഖത്തറിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഗെയിം ഉണ്ടാവും. ദുബായിന്റെ ഉണ്ട്, ഇവിടെ ഉണ്ടോ നിങ്ങൾ സെർച്ച് ചെയ്തേക്കാം. അഥവാ ഇപ്പൊ എന്റെ മോൻ കളിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നുള്ള കാര്യം. അഥവാ ബുർജ് ഖലീഫ അവിടുന്ന് മാറ്റുന്നു, എന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ആകെ അലൈൻമെന്റ് തെറ്റിക്കുന്നു, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അതിമനോഹരമായ ഗെയിമാണ്. ആ ഗെയിമിലൂടെ കുട്ടികളുടെ ബുദ്ധിശക്തി എത്ര വികസിക്കും, കുട്ടികൾക്ക് പോസിറ്റീവ് ഗെയിംസ് എത്രയുണ്ട് അത് കളിപ്പിക്കാമല്ലോ. ഇതേപോലെ തന്നെ കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകില്ല. ഈ സദസ്സിൽ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോ പർച്ചേസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ. ഏതിലൂടെ? ഇൻസ്റ്റഗ്രാമിൽ അവരാണ് കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇങ്ങനെ പോയി അതിന്റെ മേഖല ഒന്നും പറയുന്നില്ല. അങ്ങനെ പോയാൽ ഈ സാധനം അവൈലബിൾ ആണെന്നുള്ളത് കാണിക്കും. അവൈലബിൾ ആയതിന് പൈസ കൊടുക്കാൻ പറയും. അപ്പൊ ഉമ്മയുടെ കാർഡ് എടുത്തിട്ട് വാപ്പയുടെ കാർഡ് എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം ഈ സാധനം വരും. സാധനം നമ്മുടെ വീടിന്റെ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും അരികിൽ വരും. അങ്ങനെ വന്നതിന് ശേഷം ഗൂഗിൾ മാപ്പ് ഇടും. ഗൂഗിൾ മാപ്പിൽ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇവനും കാണുന്നില്ല, ഇവൻ അയാളെയും കാണുന്നില്ല. സാധനം അവൈലബിൾ ആണ്, വീട്ടിലേക്ക് വരും. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ എപ്പോഴും ഇടുന്നത് ഇങ്ങനെ ഭയങ്കര ഉഷാറായിട്ട് ഏതില് ഉമ്മാരിപ്പോ തുടങ്ങിയിട്ടുണ്ട്. എത്ര പോലും ഉമ്മാരാണ് ഇറങ്ങിയിട്ടുള്ളത്. ഉമ്മാരും കുട്ടികളും ഇങ്ങനെ ഫോട്ടോസ് ഇട്ടാണ്. ഈ ഫോട്ടോസിനെ മോശമായ അവസ്ഥയിലേക്ക് ആക്കിയിട്ട് അതിന്റെ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പ് വിൽക്കുന്ന ഗ്രൂപ്പുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു, വളരെ ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞു പേടിപ്പിക്കല്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കണ്ടതും കേട്ടതും എല്ലാം കൂടി നിങ്ങൾ ഏതിലേക്ക് ഇടല്ലേ? നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലേക്ക് കൊണ്ടുപോകല്ലേ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കസിന്റെ കൂടെ എടുത്ത ഫോട്ടോ ആയിരിക്കാം. പക്ഷെ ആ ഫോട്ടോയിൽ മഫ്തയും ഒഴിവാക്കി ബാക്കി എല്ലാ ഡ്രസ്സസും ഒഴിവാക്കിയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്താൻ AI ടെക്നോളജി ഉള്ളിടത്തോളം കാലം അങ്ങനെ എത്രയോ കുട്ടികൾ വലിയ ഇടങ്ങേറുണ്ട്. AI ആണെന്ന് തോന്നിക്കാത്ത രീതിയിൽ അവരുടെ ഫോട്ടോസിനെ മാപ്പിങ്ങും മാച്ചിങ്ങും ഒക്കെ നടത്തി എന്തൊക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പോലും നിങ്ങൾ അധികം വിശ്വസിച്ച് പോകരുത് എന്ന അവസ്ഥയാണ്. സോഷ്യൽ മീഡിയ ട്രേസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് വേറെ കോലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ആവശ്യമുള്ള കണ്ടന്റിന്റെ ആളുകളാണ് നിങ്ങളെങ്കിൽ മാത്രം നിങ്ങൾ വിട്ടോളൂ. ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ കോൺഫിഡൻസിന് വേണ്ടി പറഞ്ഞോട്ടെ, എന്നെ നിങ്ങൾ അതിൽ മഹാപൊട്ടനെന്ന് വിളിച്ചാൽ പോലും ഈ 19 രാജ്യത്ത് ഞാൻ പോയിട്ടും ഒരൊറ്റ ഇതിന് എന്താ പറയുക വീഡിയോ നിങ്ങൾ കാണില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ E.T. മുഹമ്മദ് ബഷീർ സാഹിബും കൂടി പാർലമെന്റിന്റെ ഓസ്ട്രേലിയയിലെ പാർലമെന്റിന്റെ ഉള്ളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. പാർലമെന്റിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. 3 MP കൊണ്ടുപോയി E.T. ബഷീർ സാഹിബിനെ അവിടെ നമ്മൾ വളരെ രസകരമായി അവരെ ആദരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ വീഡിയോ ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ വിട്ടിട്ടില്ല. കാരണം അതല്ല നമ്മുടെ പണി. ഇന്നടുത്ത് പോയടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയലല്ല നമ്മുടെ പണി. നമ്മുടെ ദൗത്യം വേറെയാണ്. അതുകൊണ്ട് യാത്ര ചെയ്തൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഈ കൂട്ടത്തോട് ഞാൻ പറയാം. അല്ലാതെ നമ്മളൊരു വീട് വെക്കുന്നു, വീട് വെച്ചവരാരെങ്കിലും ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. ഞാൻ ഇന്നവരെ യൂസഫ് അലി സാഹിബ് ഒരു വീട് വെച്ചിട്ട് ഒരു മാസം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലുള്ളത് ഞാൻ കണ്ടിട്ടില്ല. റേഞ്ച് കുറവുള്ളവർ മാത്രമേ ഒരു വീട് വെച്ചത് ഇങ്ങനെ 1-2 മാസം അല്ലെങ്കിൽ 2 കൊല്ലൊക്കെ അവനവന്റെ വീടിനെ പറ്റി ഇടൂ. ഇട്ടവരെ കുറിച്ച് ഞാൻ ആക്ഷേപിക്കല്ല. ഇതല്ല നമ്മുടെ ലോകം. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യലല്ല, പകരം നമുക്ക് അള്ളാഹുവിനെ ബൂസ്റ്റ് ചെയ്യാനുണ്ട്. അള്ളാഹുവിനെ ഭയങ്കരമായിട്ട് ആളുകളുടെ മുമ്പിൽ പ്രബോധനം ചെയ്യാനുണ്ട്. അതിന് നമ്മുടെ മക്കളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ ഞാൻ അവനെ മോനെന്നാ വിളിക്കുക. ഞാൻ ക്ലാസ് എടുക്കാൻ 10 കൊല്ലം മുമ്പ് വരുമ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ ഏകദേശം 26-25 വയസ്സുണ്ടാവും. ഞാൻ മോനെ 25 വയസ്സേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുത്ത് ഞാൻ അദ്ദേഹത്തെ എടുത്തിട്ട് പറയല്ല, നമ്മുടെ മക്കളെയും പ്രബോധകരാക്കി മാറ്റും.
ഫുള്ള് ഇന്റലക്ച്വൽ ആക്കിയിട്ട് മാറ്റും. എത്ര ഉയരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ മറ്റു കുട്ടികളുടെ മുമ്പിൽ പ്രസ്റ്റീജോടെ നിർത്താൻ പറ്റുന്ന കുട്ടികളാക്കി മാറ്റും. കേവലം ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ല നമ്മളാക്കേണ്ടത്, അതൊക്കെ ആക്കിക്കോ. ആ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ ആളുകളുടെ മക്കൾ അവരെക്കാൾ കൂടുതൽ വലിയ പ്രഗത്ഭരായി മാറുന്നത്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന് വീട്ടിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. നമ്മൾ കുട്ടികളെ കേൾക്കണം. അവർക്ക് ശിക്ഷണം കൊടുക്കുന്നതിന് മുമ്പേ ബെസ്റ്റ് ലിസണറായിട്ട് നമ്മൾ മാറിയേ പറ്റൂ. എന്തുകൊണ്ട് അവൻ പറഞ്ഞു, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം, അവന്റെ അപ്പോഴത്തെ ഇമോഷൻ എന്തായിരുന്നു? ആദ്യം നമ്മൾ ഇമോഷനെ അനലൈസ് ചെയ്യണം. ആ ഇമോഷനിൽ നിന്ന് ചിലപ്പോ തള്ളേ എന്ന് വരെ വിളിച്ചിട്ടുണ്ടാകാം. എന്ത്? സ്വന്തം ഉമ്മയെ. അപ്പോഴേക്ക് ഓടിച്ചെന്ന് അടിക്കല്ലേ, മോനെ ഇരുത്തിയിട്ട് പറ, മോനെ ഇയാൾ വിളിച്ചതിൽ എനിക്ക് വല്ലാത്ത വിഷമായി പോയി, എന്താണ് നിനക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയേ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അറിയോ, നിങ്ങളെ ഫോണിൽ ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടിക്ക് പറയാനുണ്ടാവും. ഒരു മെസ്സേജ് കണ്ടതാകാൻ കാരണം, പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല. പക്ഷെ ആ കുട്ടികളത് ട്രേസ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് കുട്ടികളുടെ ഇമോഷൻ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് അവരങ്ങനെ സംസാരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. വയലന്റ് ആയ കുട്ടികൾ പിന്നെ എന്തുകൊണ്ട് സൈലൻസിൽ നിന്ന് ഈ വയലൻസിലേക്ക് എത്തി, അവരെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അത് ബിഹേവിയർ ചേഞ്ച് വന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം എന്താണ് അറിയില്ല എന്ന് സൈക്കോളജിസ്റ്റുകളോട് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ബിഹേവിയർ വരാനുള്ള കാരണം അത് നമ്മൾ തിരിച്ചറിയണം. ആ ബിഹേവിയർ തെറാപ്പി നടത്തിയോ, മെഡിസിൻ കൊടുത്തോ, പ്രോപ്പർ കൗൺസിലിംഗ് കൊടുത്തോ, എന്ത് നിങ്ങൾ ചെയ്താലും അവരെ ചേഞ്ച് ആക്കിയിട്ട് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. പേടിപ്പിക്കല്ല. ഇതൊക്കെ വരുന്ന കൂട്ടത്തിൽ എത്തീസം വല്ലാണ്ട് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരും ഭയപ്പെടേണ്ട. ഏകദേശം ഒരു 50-100 കൊല്ലം മുമ്പ് യൂറോപ്പിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത് അതിപ്പോ നമ്മുടെ നാട്ടിലേക്ക് എത്തി എന്നതേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഏത് ഇപ്പൊ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം, അത് കുറെ മുമ്പ് യൂറോപ്പിൽ ഉണ്ടായിരുന്നതാണ്. ആ ചോദ്യത്തിന് ഉത്തരം അവരെന്നെ കണ്ടെത്തി. അവരിപ്പോ ഇങ്ങനെ നല്ല ദീനിയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ പിടിച്ചിട്ട് എന്താക്കുന്നത്, അകത്തേക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഏതുപോലെ മോണ്ടിസോറി സിസ്റ്റം പോലെ. മോണ്ടിസോറി സിസ്റ്റം ജന്മമെടുത്തിട്ട് ആ സ്ത്രീ മരിച്ചിട്ട്, മറിയാം മോണ്ടിസോറി മരിച്ചിട്ട് 10-75 വർഷമായി. 75 വർഷം മുമ്പേ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ സിസ്റ്റമാണ് ഇന്ന് നമ്മൾ മോണ്ടിസോറി ആക്കിയിട്ട് എടുക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പൊ 75 വർഷം മുമ്പ് ഞാൻ NLP പഠിച്ചത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമും DA പഠിച്ചത് കണ്ടത്തിലച്ഛന്റെ സെന്ററിൽ നിന്നാണ്. 2 വർഷത്തെ കോഴ്സായിരുന്നു അത്. കണ്ടത്തിലച്ഛന്റെ സെന്ററിൽ അന്ന് എല്ലാവരും ഇങ്ങനെ ടിഎക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ 1926 ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാണ് ടിഎ കോഴ്സ്. എവിടെ? കണ്ടത്തിലച്ഛന്റെ എറണാകുളത്തെ സെന്ററിൽ. 26 അവർ തുടങ്ങിയതാണ്. 2025 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. മെട്രോ, പിന്നെ ഖത്തർ മെട്രോ വന്നിട്ടുണ്ട്, ദുബായ് മെട്രോ വന്നിട്ടുണ്ട്. UK പോയി കഴിഞ്ഞാൽ 100 കൊല്ലം പഴക്കമുള്ള മെട്രോ കാണാൻ പറ്റും. ഭൂമിന്റെ അടിയിലൂടെ പോകുന്നതിന് കാണാൻ പറ്റും. അത് ഇതേപോലെ തന്നെ എഡ്യൂക്കേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ വരും. അതേപോലെ തന്നെ ഏതും വരും, നമ്മൾ അതിമനോഹരമായി പറയുന്ന പാഷൻ ബേസ്ഡ് എഡ്യൂക്കേഷൻ വരും. ഈ എഡ്യൂക്കേഷന്റെ അപ്പുറത്ത് ഇതൊക്കെ പണ്ട് കണ്ടെത്തിയിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന അതേ ടീമിലായി ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നു. അതിമനോഹരമായി മാഷാഅല്ലാഹ് ഇവിടെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുന്നതാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഈ ഫോർമുലയിലാണ് ഇത് പഠിക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എങ്ങനെ എപ്പോഴും പഠിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് അവർക്ക് ആവശ്യം കുറച്ച് ഗുമസ്തന്മാരെയാണ്, നന്നായിട്ട് എഴുതുന്ന ആൾക്കാർ, ഗ്രാമർ തെറ്റാതെ എഴുതാൻ ഇന്ത്യയിലൊക്കെ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ മലയാളികളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് IIT പോയാലും മനസ്സിലാകും. ഗ്രാമർ തെറ്റാതെ അതിമനോഹരമായി എഴുതുന്ന ആൾക്കാരാരാ? മലയാളികൾ എപ്പോഴും. അല്ലെങ്കിൽ തമിഴന്മാർ, പിന്നെ ഇങ്ങനെ ബോംബെക്കാർ. അതെന്താ കാരണം? നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതർനോ ആക്സിമാസ് ആത്മച്ചാസ് ആസ്ഫോറാസ് ഇൻട്രോഗേറ്റീവ് അഫോർമേറ്റീവ് എന്നാണ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പറയുന്നില്ല, കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല, കുട്ടികൾ കേൾക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ കുട്ടികളുടെ സ്കില്ല് ആ 100 കൊല്ലം മുമ്പ് അവർ സ്കൂൾ എങ്ങനെയാണ് കൊണ്ടുവന്നത് അതേ രീതിയിൽ ഇപ്പോഴും ലാംഗ്വേജ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ അന്ന് എത്തീസം ഉണ്ടായിരുന്നു. ആ എത്തീസം കാലങ്ങൾക്ക് ശേഷം പഴകി അണിയിച്ചപ്പോ നേരെ നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ പണ്ടേ എല്ലായിടത്തും MDMA-യും ഇതൊക്കെ കിട്ടുമായിരുന്നു. ആ സാധനം ഇപ്പൊ അവൈലബിൾ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ള സ്ഥലത്തിലെ തനിയാവർത്തനമല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യവുമല്ല. അതിനതിമനോഹരമായി എതിരിടാനുള്ള, അതിന് എതിരെ നിൽക്കാനുള്ള കെൽപ്പാണ്
നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഹൈ എഡ്യൂക്കേഷനായി, ഹൈ സ്കില്ലുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ അവർ തന്നെ ഇതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരവസ്ഥ വരും. അല്ലാഹ് ഉണ്ടോ, അല്ലാഹ് ഈസ് അലൈവ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈസ് അലൈവ് എന്ന് ചോദിക്കുമ്പോൾ ഈസ് അലൈവ് എന്ന് പറഞ്ഞിട്ട് അവർ മറുപടി കൊടുക്കുന്ന ശാസ്ത്ര ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഉയർന്നു പോയി ഒരുപാട് ആളുകളെ മാറ്റിമറിക്കുന്ന ഒരു മഹാപ്രതിഭയായി മാറുമ്പോഴാണ് നമ്മളെന്ന പാരന്റ് ആകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനത്തെ ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. ആ ഒരു ലോകം തീർക്കാൻ ആദ്യത്തെ ആളുകൾ ഇവിടെ മാതാക്കളാണ്, അത് കഴിഞ്ഞാൽ പിതാക്കളാണ്. അതുകൊണ്ടൊരു കോൺഫ്ലിക്റ്റും ഇല്ലാത്ത ഒരു വീട് കൊണ്ടുവരിക, ആധുനിക കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുക, അവരുടെ കൂടെ ചിരിക്കുക, കളിക്കുക, ഒന്നിച്ച് നടക്കുക, അവരെ ഫ്രണ്ട്സ് ആക്കിയിട്ട് കൂടെ കൂട്ടുക, മൂല്യങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുക, ടാർഗറ്റിലേക്ക് കൊണ്ടുപോവുക. പരീക്ഷ വരുന്ന സമയത്ത് അതിനെ ഉപദേശിക്കാതെ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്സ് വീക്കാണോ, മാത്സ് ഒറ്റ മാസം കൊണ്ട് ഇതേപോലെ ക്രാഷ് കോഴ്സ് കൊടുക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്, അവരുമായിട്ട് ലിങ്ക് ചെയ്യുക. ഇതൊക്കെ പാരന്റ്സിന്റെ പണിയാണ്. അവന് ചെറുപ്പത്തിലെ സിവിൽ സർവീസിലേക്ക് പോകണോ വേറെതിലേക്ക് പോകണോ എന്നുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ 8ാം ക്ലാസ്സിന് മുമ്പേ നടത്തിയാൽ നല്ലത്. അതിന് ഡാറ്റ എന്നാണ് പറയാ, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇവിടെ പലർക്കും അത് നടക്കുന്നുണ്ടാകാം. അത് ടെസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം 13ഓളം ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ കുട്ടികൾക്കുള്ളത് ഏതാണ്, അവനുള്ളത് ലോജിക്കലാണോ, റീസണിംഗ് ആണോ, അവരുടെ അനലിറ്റിക്കൽ റീസണിംഗ് പോലെയുള്ള സാധനങ്ങളാണോ, മെക്കാനിക്കൽ സ്കോപ്പ് ആണോ, ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക രീതി. ഇനി അതല്ല, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്, വ്യത്യസ്തമായ ഇന്റലിജൻസ്, ഏകദേശം 8ഓളം ഇന്റലിജൻസ് പറഞ്ഞിട്ടുള്ളത്, ബാക്കി ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഇന്റലിജൻസിൽ സോഷ്യോ ഇന്റലിജന്റ് ആണോ, ബിസിനസ് ഇന്റലിജന്റ് ആണോ, മാത്തമാറ്റിക്കൽ ഇന്റലിജന്റ് ആണോ, ടെക്നിക്കൽ ഇന്റലിജന്റ് ആണോ, അതേപോലെ ഇത്തരത്തെ ഇന്റലിജൻസിൽ ഏത് മേഖലയാണ് എന്റെ മോനെ എന്ന് തിരിച്ചറിയാൻ വേണമെങ്കിൽ ആ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്, അങ്ങനെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്ന അവൻ ഏത് ടൈപ്പിൽ പെടുന്ന ആളാണ്. 16 ടൈപ്പ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ENTJ ആണോ, ERTJ ആണോ, EFTJ ആണോ, ഇത്തരം ടെസ്റ്റുകളാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റി. സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഇനിയും ഒരുപാടുണ്ട്. IITS ചെയ്യുന്ന അതിമനോഹരമായ ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം കൂടി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരു പക്ഷേ പഠിച്ചുയർന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വഴിയും പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു മനുഷ്യനും ഉയരാൻ കഴിയില്ല. അതൊരു ഗ്രൂപ്പിന്റെ കൂടെയായിരിക്കും അവർ വളരുക എന്നതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വളർന്നു എന്ന് പറയല്ല, ഞങ്ങളിങ്ങനെ അടിപൊളമ്പനായി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഞാൻ പറയണ്ട 10ാം ക്ലാസ്സൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് +2 അന്ന് പ്രീ ഡിഗ്രിയാണ്, അതിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജനാബ് MP അബ്ദുൽ സമദ് സമദാനി സാഹിബിന്റെ ക്ലാസ് അവിടെ ഉണ്ടെന്ന് കേൾക്കുന്നത്. അന്ന് മുപ്പരിങ്ങനെ കത്തി നിൽക്കുന്ന കാലമാണ്. ആ സമയത്ത് ഖുർആൻ പഠിപ്പിക്കാൻ അത് നമ്മുടെ ഡോക്ടർ സയ്യിദ് മരക്കാർ സാഹിബ്, അദ്ദേഹം അല്ലസറിൽ നിന്ന് 2 PhD കഴിഞ്ഞ ആളാണ്. അതേപോലെ തന്നെ ഹദീസ് പഠിപ്പിക്കാൻ മൊയ്ൻ സാറ്, അതേപോലെ തന്നെ ചരിത്രം പഠിപ്പിക്കാൻ സമദാനി സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ക്ലാസ് ഉണ്ട്. 10-20 കുട്ടികൾക്ക് മാത്രമേ ആകെ പ്രവേശനമുള്ളൂ എന്ന് കേട്ടപ്പോൾ ഞാൻ വീട്ടുകാരുടെ പെർമിഷൻ ഒന്നുമില്ലാതെ ഒരു ദിവസം അവിടെ കോട്ടക്കല സ്ഥലത്ത് അവിടെ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. എന്നിട്ട് റോട്ട് വന്നാണ് ഞാൻ ചോദിച്ചു, എന്നെ ക്ലാസ് ചേർക്കുമെന്ന്. മൂപ്പരിങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതിപ്പോ ആദ്യമായിട്ടാണ് ഒരാൾ നടുറോട്ടിൽ നിന്ന് ചോദിക്കുന്നത്, അടുത്ത ആഴ്ച വായു എന്ന് പറഞ്ഞ്. എന്നാരും പാരന്റ്സ് കൊണ്ടുപോയി ചേർത്തതല്ല, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തണമെന്ന മോഹം കൊണ്ട് അറിയാതെ പോയി പെട്ടതാണ്. ആ പെടലിൽ നിന്നാണ് 7 വർഷം കഴിഞ്ഞ് പിന്നെ എങ്ങനെ എന്താക്കുന്നത് മാറി വരുന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയാലേ സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ടാവുള്ളൂ, വളർച്ചയില്ല. ഞാൻ വെറുതെ പറഞ്ഞത്, ഒറ്റയ്ക്ക് വളർന്നു പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. ഇപ്പൊ ഈ മോനും ഇതേപോലെ ഇവിടെ MAS പഠിച്ച് ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ കൂടെ അങ്ങനെ ആയി. ഏതെങ്കിലും ഒരു നല്ലൊരു ഇസ്ലാമിക ഗ്രൂപ്പിന്റെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ മൂല്യമുള്ള കുട്ടികളുടെ കൂടെ, അതിന് നിങ്ങളുടെ മുമ്പിലൊന്നുണ്ട്. അത് ഈ അലിഫ് എന്ന് പറയുന്ന മഹാസംഘടനയാണ്. ഇവിടെ കാണുന്ന ഇത്രയും ആളുകൾ 1400ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന ഇത്രയുമുള്ള സംഘങ്ങളിൽ നമ്മൾ ഉണ്ടാവുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അറിയാം. പ്രത്യേകിച്ച് പറയാണ്, ഞാൻ എന്തിനാണ് ഇപ്പം ഇത്രയും ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നേരത്തെ ടീച്ചേഴ്സിന് പറഞ്ഞപ്പോൾ ഞാനിവിടെ സംസാരിക്കും. ഇന്നൊരു പദർശമൊക്കെ എനിക്കുണ്ട് സത്യത്തിൽ സംസാരത്തിന്. ഞാനിങ്ങനെ വന്നൂന്നേ ഉള്ളൂ, ഇന്ന് വരില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് പകരം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചതുമാണ്. എന്നിട്ട് ഞാൻ വന്നു. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ICUവിലേക്ക് കിടക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ടാകാം. മൂത്താപ്പൻ്റെ മകനാണ്, എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള വീടാണ്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇവിടെ എത്താനുള്ള ഒരു കാരണം, ഒരു സംഘടനയിലും പെടാതെ എല്ലാ സംഘടനയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട്, എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘങ്ങൾ ഇന്ന് വളരെ കുറവാണ്.
അതിലെ പ്രധാനപ്പെട്ട അലിഫ് പെടുന്നു എന്നതുകൊണ്ടാണ് ഒന്നാം കാരണമായി നമ്മൾ ഇവിടെ വരുന്നത്. ഇത് സംഘടനയുടെ പരിപാടിക്ക് വന്നതല്ല, സംഘബോധത്തിന്റെ പരിപാടിക്ക് വന്നതാണ്. ജംഇയ്യത്ത് എന്ന പദം പിന്നീടുണ്ടായതാണ്. ജമാഅത്ത് എന്ന പദം എന്നോ ഉള്ള പദമാണ്. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ എന്നാണ്, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജംഇയ്യ എന്നല്ല. ജംഇയ്യത്ത് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ ഉണ്ടായത് പിന്നീട് പല കാലഘട്ടങ്ങളിലുമാണ്. അതിന് മോഡേൺ ഇറക്കൊരു പങ്കുണ്ട്. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എന്ന് പറയുന്ന 3 ഇറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആൻഷ്യന്റിൽ ഇത് നമ്മൾ കാണാൻ സാധിക്കില്ല, മിഡീവലിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മോഡേൺ വേൾഡ് വന്നപ്പോഴാണ് ഇസ്ലാമിനെ ജംഇയ്യത്താക്കി തിരിച്ചത് എന്നാണ് എന്റെ പഠനം. ഞാൻ എന്റെ പഠനം പറയില്ല, ഇതിനൊരു സബ്രസ്വതി സാഹിബിന്റെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു ലേഖനങ്ങളുണ്ട്. ജംഇയ്യത്തിലേക്ക് പോയാൽ ഒരു ജംഇയ്യത്തിനെയും ഞാൻ ഒരിക്കലും മോശമാക്കുന്നില്ല, പക്ഷേ പരസ്പരമുള്ള തർക്കങ്ങളൊന്ന് അവസാനിപ്പിക്കണേ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ സംഘങ്ങളുടെ പരസ്പരം തർക്കങ്ങൾ കണ്ടിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും രവിചന്ദ്രന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടോ, ഏതെങ്കിലും ലിയാഖത്ത് പ്രസംഗങ്ങൾ കേട്ടിട്ടോ, ആരിഫ് ഹുസൈന്റെ പ്രസംഗം കേട്ടിട്ടോ എന്നല്ല കുട്ടികൾ എത്തിയിട്ടാകുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ടോ, അതൊക്കെ വളരെ കുറച്ച് ആൾക്കാരിലേക്ക് അതൊക്കെ സ്വാധീനിക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് മതപ്രബോധകർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പരസ്പരമുള്ള തർക്കത്തിൽ ഏർപ്പെട്ടിട്ട് അങ്ങാടിപ്പയറ്റ് പോലെ നടത്തുന്നതിന്റെ പേരിലാണ് സത്യത്തിൽ ഇന്നത്തെ തലമുറ പിന്നോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിയേണ്ടുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന്. എത്രയോ ക്യാമ്പസിൽ നമ്മൾ പോകുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സാർ നിങ്ങൾ അറിയോ, ഇവരുടെ ഈ തല്ലിലാണ് ഞങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്ന്. അതുകൊണ്ട് തല്ലാതെ മുന്നോട്ട് പോകണേ. ഓരോ ആളുകളും ഇതിന്റെ ഐഡിയോളജി പ്രകാരം മുന്നോട്ട് പോകട്ടെ, പക്ഷെ തൗഹീദിനെ മുന്നോട്ട് വെച്ച് പോകുന്നവരായിരിക്കണം ഓരോ ആളുകളും. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം.